നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 മെയ് മാസം 27-ാം തീയതി ബുധനാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും തന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഈ ഒരു മെയ് മാസത്തെ റേഷൻ വിതരണം ഇവിടെ അവസാനിക്കാറായി. ഇനിയും ഈ ഒരു റേഷൻ നിങ്ങൾ കൈപ്പറ്റിയിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഉടനെ തന്നെ അത് വാങ്ങുവാൻ ശ്രദ്ധിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു മെയ് മാസത്തെ റേഷൻ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു മെയ് മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന റേഷൻ വിഹിതം എന്ന് പറയുന്നത് AY കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിൽ ലഭിക്കും. PHH കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിന് പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. ഇനി NPS നീല കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ NPS കാർഡിന് അധിക വിഹിതമായി 3 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കുന്നതാണ്. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. NPNS കാർഡിന് 4 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. കൂടാതെ 2026 ഏപ്രിൽ മെയ് ജൂൺ ക്വാർട്ടറിലേക്കുള്ള മണ്ണെണ്ണയുടെ വിതരണവും ഇപ്പോൾ നടന്നു വരികയാണ്. ഈ മാസം 31-ാം തീയതി വരെ മാത്രമാണ് മെയ് മാസത്തെ റേഷൻ വിതരണം ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങളുടെ വിഹിതം കൈപ്പറ്റുവാൻ ശ്രദ്ധിക്കണം. അതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ്, വിവാദമായ കേരയിൽ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിച്ചതിന് പിന്നാലെ മെട്രോമാൻ E ശ്രീധരൻ മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽപാത പദ്ധതിയുമായി സഹകരിക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നതായി സൂചന. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പൊന്നാനി MLA KP നൌഷാദ് അലി E ശ്രീധരനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കണ്ടു. കൂടിക്കാഴ്ചയിൽ പദ്ധതിയുടെ പ്രാഥമിക റിപ്പോർട്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൈമാറി. അതേസമയം കേരയിൽ പദ്ധതിക്കായി സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ ഉടൻ നീക്കം ചെയ്യാൻ സംസ്ഥാന റവന്യൂ വകുപ്പ് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. പദ്ധതിക്കായി 1221 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ നേരത്തെ പുറപ്പെടുവിച്ചിരുന്ന ഉത്തരവുകളെല്ലാം തന്നെ റദ്ദാക്കിക്കൊണ്ടുള്ള ഔദ്യോഗിക ഉത്തരവും സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. 1990 സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ 3,72,423 പേർ പരീക്ഷ എഴുതിയതിൽ 2,90,398 പേരാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. ഇതിൽ 30,561 പേർ മുഴുവൻ വിഷയത്തിലും A+ നേടി. കഴിഞ്ഞ വർഷം 77.81% വിജയം. പരീക്ഷ എഴുതിയ 86.89% പെൺകുട്ടികളും വിജയിച്ചപ്പോൾ ആൺകുട്ടികളുടെ വിജയ ശതമാനം 68.41%. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, സംസ്ഥാന സർക്കാർ ബക്രീദ് പെരുന്നാളിനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച കിറ്റിന്റെ വിതരണം അവസാനിക്കുകയാണ്. 26-ാം തീയതി വരെയാണ് ഈ ഒരു കിറ്റിന്റെ വിതരണം പ്രഖ്യാപിച്ചിരുന്നത്. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴിയായിരുന്നു വിതരണം. അതായത് 1101 രൂപ വിലയുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ് 850 രൂപയ്ക്ക് സപ്ലൈകോ വഴി വിറ്റഴിച്ചിരുന്നത്. ഇതിൽ 10ഓളം ഇനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിന്റെ വിതരണമാണ് 26-ാം തീയതിയോടുകൂടി അവസാനിക്കുന്നത്. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, ഒരുപാട് ആളുകൾ കമന്റിലൂടെ ഉന്നയിക്കുന്ന സംശയമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി നിർത്തിയോ എന്നുള്ളൊരു കാര്യം. എന്നാൽ ഈ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി നിർത്തിയതായിട്ടുള്ള അറിയിപ്പുകളൊന്നും ലഭ്യമായിട്ടില്ല. അതിനെ സംബന്ധിച്ചുള്ള ഉത്തരവുകളും സർക്കാർ പുറത്തിറക്കിയിട്ടില്ല. ഇതിനെ സംബന്ധിച്ച് സർക്കാർ ഒരു തീരുമാനം പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിലാണ് ജനങ്ങളിൽ ഈ ഒരു സംശയം ഉടലെടുത്തിരിക്കുന്നത്. ക്ഷേമ പദ്ധതികൾ സർക്കാർ നിർത്താൻ സാധ്യതയില്ല. ഇതിന്റെ പേരുകൾ മാറ്റി മറ്റു പേരുകളിലൊക്കെ ഒരു പക്ഷേ ഈ ഒരു പദ്ധതി വീണ്ടും വന്നേക്കാം. എന്നാൽ നിലവിൽ ഈ ഒരു പദ്ധതി നിർത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു മാസത്തെ കുടിശ്ശിക അടക്കം 2000 രൂപയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുള്ളത്. അർഹതാ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി അപേക്ഷ സമർപ്പിച്ചവർക്കെല്ലാം തന്നെ അടുത്ത മാസത്തോടു കൂടി ഈ ഒരു കുടിശ്ശികയും ചേർത്ത് 2000 രൂപ ഗുണഭോക്താക്കൾക്ക് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.